എല്ലാവർക്കും നമസ്കാരം. ഈ ദുഃഖത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ആലോചിച്ച് വലുതാക്കുന്നവരുണ്ട്. അതിന് പറയുന്ന പേരാണ് റുമിനേഷൻ. റുമിനേഷൻ എന്ന പദത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്: റുമിനേഷൻ ഈസ് ദ ഇൻവോളണ്ടറി കമ്പൽസീവ് ഹാബിറ്റ് ഓഫ് കണ്ടിന്യൂവലി ഡെല്ലിങ് ഓൺ നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് ദ പാസ്റ്റ്. റുമിനേഷൻ ജീവിതശൈലിയാക്കിയവരുടെ ജീവിതം എപ്പോഴും ദുരിതമയമായിരിക്കും. ഒരു ചിന്ത ഇങ്ങനെയാണ്: ഹാപ്പി പീപ്പിൾ ഫൈൻഡ് എ വേ ടു ലീവ് വിത്ത് ദെയർ പ്രോബ്ലം ആൻഡ് മിസറബിൾ പീപ്പിൾ ലെറ്റ് ദെയർ പ്രോബ്ലം സ്റ്റോപ്പ് ദം ഫ്രം ലിവിങ്. ദുരിതങ്ങൾക്ക് നടുവിലും സന്തോഷിക്കാനുള്ള ചില കാരണങ്ങൾ കണ്ടെത്തി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ദുരിതങ്ങളെ എങ്ങനെ കൂടുതൽ വലുതാക്കാമെന്ന് ആലോചിച്ചും ചിന്തിച്ചും ജീവിതത്തെ കുഴപ്പത്തിലാക്കുന്ന മനുഷ്യരുമുണ്ട്. ആൻ ലാൻഡേഴ്സ് എഴുതുന്നു: പ്രോബ്ലംസ് ആർ ഇന്നെവിറ്റബിൾ, മിസറി ഈസ് എ ചോയ്സ്. പ്രശ്നമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും, പക്ഷെ പ്രശ്നങ്ങളെ ദുരിതങ്ങളാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ 80% ദുരിതങ്ങളുടെ അടിസ്ഥാന കാരണം നമ്മുടെ ശൈലി തന്നെയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കുക: ദുരിതങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ നിലവിളിയും അവരുടെ സങ്കടവും ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കർത്താവിനെ നമുക്ക് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ കാണാം. അവരെ വിമോചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ വിമോചനം പ്രശ്നരഹിതമല്ല. പോകുന്ന വഴികളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ ദുരിതങ്ങളാക്കാതിരിക്കാൻ കൂടിയിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും. ഓർക്കുക, നമുക്ക് വിമോചനം നൽകുന്ന ദൈവമുണ്ട്. നമ്മളെ വിമോചിപ്പിച്ച് കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുന്ന വഴികളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെപ്പറ്റി ആലോചിച്ചും പെറുപെറുത്തും വീണ്ടും ദുരിതങ്ങളിലേക്കല്ല സഞ്ചരിക്കേണ്ടത്. ദൈവം നൽകുന്ന പ്രത്യാശയിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കണം. അതിനെ ഹൃദയത്തിൽ പേറണം. ആ പ്രത്യാശയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ വീണ് കിടക്കുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങളെ ഊതിക്കത്തിച്ച് വലുതാക്കി ജീവിതത്തെ ദുരിതത്തിലാക്കരുതേ. അതിനപ്പുറത്ത് ദൈവം നൽകുന്ന പ്രത്യാശയിലേക്ക് സൂക്ഷിച്ചു നോക്കുക. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 4 വാക്യം: അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഈ ജീവിതത്തിൽ കഷ്ടങ്ങൾ, സഹനങ്ങളൊക്കെ ഉണ്ട്. അവയെ ദുരിതങ്ങളാക്കി തീർക്കാതിരിക്കാനുള്ള കൃപയും കരുത്തും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഊതിക്കത്തിക്കുന്നവരോ വലുതാക്കുന്നവരോ ആക്കി തീർക്കാതെ കർത്താവ് നൽകുന്ന പ്രത്യാശയിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ, മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ, ദൈവിക പ്രത്യാശയിൽ ശരണപ്പെടുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.